ഗൈസ് നാളെയാണ് ഇന്ത്യയുടെ AFC ഏഷ്യൻ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരം അഗെയിൻസ്റ്റ് സിറിയയാണ്. ഈ ഒരു AFC ഏഷ്യൻ കപ്പിൻ്റെ ഡ്രോ വന്നപ്പോഴും അല്ലെങ്കിൽ ഏഷ്യൻ കപ്പിന് മുന്നോടിയായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെയും ഉസ്ബെക്കിസ്ഥാനെതിരെയും ഒരു വിജയം നേടാൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ സിറിയക്കെതിരെ നമുക്കൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷകൾ ഒക്കെ ഇപ്പോൾ ഒരു മന്ദഗതിയിൽ നിൽക്കുകയാണ്. കാരണം സിറിയയുടെ AFC ഏഷ്യൻ കപ്പിലെ പ്രകടനം തന്നെയാണ്. നമ്മളും 2 മത്സരം കളിച്ച് നമുക്ക് ഒറ്റ പോയിന്റും കിട്ടിയിട്ടില്ല. സിറിയ 2 മത്സരത്തിൽ നിന്ന് 1 പോയിന്റ് നേടിയെടുത്തു. പക്ഷേ അവരുടെ പ്രകടനം വാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉസ്ബെക്കിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ ഒരു സമനിലയാണ്. ആ ഒരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ഒരുപാട് രീതിയിലൊക്കെ കളിച്ചതും. പക്ഷേ ആ ഒരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ അവർക്ക് സമനിലയിൽ പിടിച്ചു നിർത്താനായി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഞാൻ ആ ഒരു മത്സരം കണ്ടതുമാണ്. എന്നാൽ ഓസ്ട്രേലിയ മത്സരത്തിൽ വരുമ്പോൾ 1-0 മാത്രമാണ് തോറ്റത്. പക്ഷേ ആ ഒരു മത്സരത്തെപ്പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ കളിച്ചൊരു മത്സരമാണ്. എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനെതിരെ കളിച്ചതിനേക്കാൾ ഒരു മികച്ച പ്രകടനം സിറിയ കാഴ്ചവെച്ചത് ഈ ഒരു ഓസ്ട്രേലിയ മത്സരത്തിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ സിറിയയെ അണ്ടർ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്തു എന്നുള്ളതാണ്, നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. അതിനൊരു ഫാക്ടർ എനിക്ക് തോന്നുന്നു, ഈ ഒരു പ്രകടനത്തിൻ്റെ ഒരു ഫാക്ടർ മേ ബി ഹെക്ടർ കൂപ്പർ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള പരിശീലകനാണ്. അദ്ദേഹമാണ് ഈജിപ്തിനെ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നതും 2 UCL ഫൈനൽസിൽ ഒക്കെ എത്തിച്ച ഒരു പരിശീലകനാണ്. എനിക്ക് തോന്നുന്നു VRL ആണെന്നാണ് എനിക്ക് ഓർമ്മ, VRL ഓർ വാലൻസിയ, ഓക്കെ അത് വിടാം. ഏതായാലും അങ്ങനത്തെ ഒരു പ്രൊഫൈലുള്ള പരിശീലകനാണ്. AFC ഏഷ്യൻ കപ്പിൽ തന്നെ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം. പിന്നെ അർജൻറ്റീനയിൽ നിന്ന് തന്നെ 3-4 പ്ലേയേഴ്സ് ഉണ്ട്, സ്വീഡനിൽ നിന്ന് മറ്റൊരു പ്ലെയർ ഉണ്ട്, അങ്ങനെ യൂറോപ്പിൽ നിന്നോ ഗ്രീസിൽ നിന്നോ അങ്ങനെയൊക്കെ വരുന്ന പ്ലേയേഴ്സ്. എനിക്ക് തോന്നുന്നു അവരിൽ പലരും, ഞാൻ ആ ലിസ്റ്റിലൊക്കെ നോക്കിയിരുന്ന സമയത്ത് അവരിൽ പലരും ഈ ഒരു മത്സരങ്ങൾ സിറിയയ്ക്കൊന്നും വേണ്ടി കളിച്ചിരുന്നില്ല. അപ്പം അവരുടെ ഒരു അഡീഷൻ തീർച്ചയായിട്ടും സിറിയയെ ഒന്ന് മുകളിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് നിലവിലൊരു ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ട്രാൻസിഷൻസ് ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഉസ്ബെക്കിനെതിരെയൊക്കെ അത് കണ്ടതുമാണ്. നമ്മൾ ആ ഒരു അറ്റാക്കിങ്ങിന് പോകുന്ന സമയത്ത് ഡിഫെൻസീവ്ലി ആ ഒരു ട്രാൻസിഷൻ പ്രോബ്ലംസ് അത് നമുക്ക് നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിറിയയുടെ ഒരു മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ട്രാൻസിഷനൊക്കെ വളരെ മികച്ചതാണ് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റിമാച്ച് പറഞ്ഞത് എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതൊരു നല്ല വാർത്ത തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഉസ്ബെക്കിനെതിരെ നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യമേ അറ്റാക്ക് ചെയ്ത് കളിച്ചു, നമ്മൾ എക്സ്പോസ് ആയി, 5 മിനിറ്റിൽ തന്നെ ഗോൾ വന്നു, 10 മിനിറ്റ് അല്ലെങ്കിൽ 10-20 മിനിറ്റിൽ തന്നെ നമുക്ക് അത്രയും ഗോളുകൾ വഴങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി. ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ ആദ്യം ഡിഫെൻഡ് ചെയ്ത് നിന്ന് ഫസ്റ്റ് ഹാഫ് വരെയെങ്കിലും നമുക്കൊരു 0-0 നിർത്താനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സിറിയ മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഗെയിം ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ആ ഒരു അറ്റാക്കിങ് ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും സിറിയക്കെതിരെ നമുക്ക് സ്പേസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ്റെ അത്രയും ടെക്നിക്കൽ അല്ല, പക്ഷേ അവർ പറഞ്ഞ പോലെ ഫിസിക്കൽ ഇതെന്താണെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമേ അറ്റാക്ക് ചെയ്ത് കളിച്ചാലുണ്ടാകുന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിലപ്പോൾ ആ ഒരു ഡിഫെൻസീവ്ലി ഐ മീൻ സിറിയ ആദ്യം ഒരു ഗോളെങ്ങാണോ അടിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു അറ്റാക്ക് നടത്തിയ ട്രാൻസിഷൻ സിറിയ ഗോൾ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഡിഫെൻസീവിൽ കടിച്ചു തൂങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഓസ്ട്രേലിയ വളരെ ശക്തരായിട്ടുള്ളൊരു സ്ക്വാഡാണ്. അവർ പോലും കഴിഞ്ഞൊരു മാച്ചിൽ ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഉതിർത്തിട്ടുള്ളത്. അത് ഒരു ഗോളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് കിട്ടിയിട്ട്. കാരണം നമ്മൾ കഴിഞ്ഞൊക്കെ മത്സരത്തിൽ ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഗോളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇനി ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് ചെറിയ ചേഞ്ചസ്, ആ ഒരു ഫിസിക്കൽ ഇതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് തന്നെ, സെൻട്രൽ ബാക്കിൽ ജിങ്കൻ രാഹുൽ ബൈക്കെ, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്ര, ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സുരേഷ് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ദീപക് താങ്കരിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒപ്പം അപ്പുയം. കാരണം ആ ഒരു സിറിയക്കെതിരെ ആ ഒരു രീതിയിൽ ഫിസിക്കൽ ഇതിൽ കളിക്കേണ്ടതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് ചുമതലയുള്ള ബ്രാൻഡൻ ഫെർണാണ്ടസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിൽ മഹേഷിനെ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് വരുമ്പോൾ ചാങ്ദ അവൈലബിൾ അല്ലെങ്കിൽ രാഹുൽ വരും, അല്ലെങ്കിൽ ചാങ്ദ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷ. ഞാൻ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രിയും, ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് സൂപ്പർ സബ്സ് എന്ന നിലയിൽ ഇപ്പം മൻവീറിനെ ആണെങ്കിലും അല്ലെങ്കിൽ സുരേഷിനെ പോലത്തെ താരങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. എനിക്കൊന്ന് ലിസ്റ്റനെ ആയിരിക്കും കുറച്ചും കൂടി ഇഷാൻ പണ്ഡിതേക്കാൾ ഉപയോഗിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവരെ രണ്ടുപേരുടെ ഈ ഒരു പെർഫോമൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ സഹലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ഗെയിം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വെച്ചായിരിക്കും ഇരിക്കുക. നമുക്ക് ആവശ്യമാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സഹലിനെ ഇറക്കും, അല്ലാത്ത പക്ഷം ആ ഒരു സാധ്യതകൾ എത്രത്തോളം എന്നുള്ളത് അറിയത്തില്ല.
എനിവേ സിറിയക്കെതിരെ ഒരു വിജയം നേടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ടഫ് ടാസ്ക് തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു ടഫ് ടാസ്ക് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. ഉറപ്പായിട്ടും ഒരു നല്ല മത്സരം ആയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇത് അതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാച്ച് ആകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു 3 പോയിന്റ്സ് കിട്ടിയാൽ പിന്നെ നമുക്ക് മറ്റ് ഗ്രൂപ്പുകളുടെ കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ ആകുമെന്ന് നോക്കാം. എന്തായാലും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസിറ്റ് വരെ കാണിക്കും. ഞാൻ സനി.